nation. Today we are going to discuss about the one of the very important topic in commerce. Okay, business law. അപ്പം കൊമേഴ്സ് സ്റ്റുഡൻസിന് നന്നായിട്ട് അറിയുന്ന ഒരു ടോപ്പിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കും അതോടൊപ്പം തന്നെ കൺഫ്യൂഷൻ വരുന്ന ഓരോ യൂണിറ്റ്സ് ആണ് അല്ലെ ബിസിനസ് ലോ എന്ന് പറയുന്നത്. അപ്പം ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ബിസിനസ് ലോ, എന്തായിരിക്കും ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രിൻസിപ്പിൾസ് ആയിരിക്കും. അപ്പം ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് എ പ്രിൻസിപ്പിൾസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസിനെയോ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനെയോ റിലേറ്റഡ് ചെയ്ത് ആ ഒരു ഇതിനെ കുറിച്ച് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസിംഗ് ലോ എന്ന് പറയുന്നത്. അപ്പം ബിസിനസ് ലോയില് നമുക്ക് ഒരുപാട് ആക്ടുകളൊക്കെ പഠിക്കാനുണ്ട് അല്ലേ? കോൺട്രാക്ട് ആക്ട്, ഇൻഷുറൻസ് ആക്ട്, നെഗോഷ്യബിൾ ആക്ട്, പാർട്ണർഷിപ്പ് ആക്ട്, ഇങ്ങനെയുള്ള ആക്ടുകളൊക്കെ പഠിക്കാനുണ്ട്. സോ ആ ആക്ട് ഒക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചില ടേംസുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടേംസുകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു നമുക്ക് കോൺട്രാക്ട് ആക്ടിനെ കുറിച്ച് പറയാനുണ്ടെന്ന് അല്ലേ? അപ്പം കോൺട്രാക്ട് ആക്ടിൽ വരുന്ന ചില ടേംസുകൾ, കോൺട്രാക്ട് എന്താണെന്നൊക്കെ നമുക്ക് ചില ടേംസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിലോട്ട് നീങ്ങാം. ഓക്കെ, അപ്പം ഓഫർ എന്തായിരിക്കും? ഓഫർ നമുക്കറിയാം, നമ്മൾ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഓഫർ ഉണ്ടെന്ന് പറയാറുണ്ട് അല്ലേ? 50% ഓഫ് അല്ലെങ്കിൽ 70% ഓഫ് ഒക്കെ പറയാറുണ്ട് അല്ലേ? ആ ഓഫ് കണ്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പം പോയി പ്രൊഡക്റ്റ് വാങ്ങിക്കാറ്. അപ്പം ആ ഓഫ് കണ്ട് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്, അതുകൊണ്ടായിരിക്കും നമ്മൾ ആ പ്രൊഡക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ? ആ ഓഫറിലൂടെ ആയിരിക്കും ആ പ്രൊഡക്റ്റിനെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണോ ഒരാൾക്ക് കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫർ എന്ന് പറയുന്നത്. സിംപ്ലി ഓഫർ എന്ന് പറഞ്ഞാൽ എ ഈസ് ഗിവിങ് ഇൻ ടു സംതിങ് ടു ദ ബി. എ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ബിക്ക് സംതിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സംതിങ് വില്ലിങ്നെസ് ടു ഡു, എന്തെങ്കിലും അവരോട് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പം അതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്സെപ്റ്റൻസ്. ഞാൻ പറഞ്ഞു ഷോപ്പിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് ചില ഓഫറുകൾ കണ്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങും അല്ലേ? അപ്പൊ നമ്മൾ വാങ്ങുന്ന ചില 50% ഓഫായി ഇതിനെ കണ്ട് നമ്മൾ ചില പ്രൊഡക്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും അല്ലെ? ആ ഒരു സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ബിസിനസ് ലോയില് ഓഫർ എന്താ പറഞ്ഞാല് വാട്ട് ആർ സംതിങ് ഈസ് ഗിവിങ് ടു അനദർ, ആൻഡ് ആക്സെപ്റ്റൻസ് എന്താണ്? വാട്ട് വേ ആർ ആക്സെപ്റ്റിംഗ് ഓർ റിസീവ്, നമ്മൾ എന്താണോ സ്വീകരിക്കുക. അപ്പം ഓഫറും ആക്സെപ്റ്റൻസും എന്താ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നോക്കൂ ഓഫറിന്റെ ഒരു ഡെഫിനിഷൻ. അപ്പൊ when one person signifies to another his willingness to do or to abstain from doing anything with a view to obtain the assent of that other, to such he said to be make a proposal. അതായത് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മറ്റൊരാളോട് ചെയ്യാൻ പറയുമോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഓഫ് ചെയ്യുന്നതോ അതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ മറ്റൊരു രൂപത്തിലും പറയും, പ്രൊപ്പോസൽ എന്ന് പറയും. പ്രൊപ്പോസൽ. ഓക്കെ, അപ്പം ഓഫർ എന്താണ്, പ്രൊപ്പോസൽ എന്താണ്, മനസ്സിലായില്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ, എന്താ പ്രൊപ്പോസൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? മീൻസ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രൊപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ഞാൻ ആക്സെപ്റ്റൻസും പറഞ്ഞു, നമ്മൾ എന്താണോ ഒരാൾക്ക് കൊടുക്കുന്നത് അത് അയാൾ സ്വീകരിക്കുന്നു. When the person to whom the proposal is made signify his assent, the proposal is said to be accepted. അതായത് ഒരു പ്രൊപ്പോസൽ ഓഫറിലൂടെ കൊടുക്കുന്ന സമയത്ത് അത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആക്സെപ്റ്റൻസ് വരുന്നു. അപ്പം ഓഫർ എന്താ, പ്രൊപ്പോസൽ എന്താ, ആക്സെപ്റ്റൻസ് എന്താ? ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പ്രോമിസ് എന്താ എടുക്കുന്നു. അപ്പം ഈ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഒരാളെ ഓഫർ ചെയ്യുന്നു, മീൻസ് ഓഫർ ചെയ്തതിലൂടെ നമ്മൾ അത് ആക്സെപ്റ്റ് ആകുന്നു. ഒരു എ എന്ന് പറഞ്ഞ ഒരാൾ ഓഫർ ചെയ്യുന്നു, ബി എന്ന് പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇവർ രണ്ടുപേരും മ്യൂച്വലി നിന്നുകൊണ്ട് മീൻസ് അവർ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നില്ലേ. അപ്പോൾ ആ ഒരു മ്യൂച്വലി അവർ ആ ഒരു ഇതിനെയാണ് മീൻസ് അവർ മ്യൂച്വലി മീൻസ് ഒരാൾ ഓഫർ ചെയ്യുന്നു മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു പിന്നെ മീൻസ് എന്താണോ ഓഫർ ചെയ്യുന്നത് മറ്റൊരാൾ ആക്സെപ്റ്റും ചെയ്ത് റെഡി ആയി നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പ്രോമിസ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോമിസ് കൊടുക്കാറില്ലേ, നമ്മൾ അങ്ങനെ ചെയ്യാം, അപ്പം നിങ്ങൾ ഈ കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റേ പറയും ഞാൻ സ്വീകരിച്ചോളാം, ഞാനത് ചെയ്തോളാം. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോമിസ് എന്ന്. അപ്പോൾ ഓഫർ എന്താണും ആക്സെപ്റ്റൻസ് എന്താണും പ്രോമിസ് എന്താണും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ പ്രോമിസ് എന്താണ് മനസ്സിലായി. ആ ഒരു എന്താ പറയുക, ഞാൻ രണ്ടുപേര് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ സ്വീകരിച്ച് എന്നൊരു ഉറപ്പ് വരുത്തുന്ന ത്രൂ ദി പ്രോമിസാണ്. ആ പ്രോമിസ് ചെയ്ത ആളെയാണ് പ്രോമിസർ എന്നും, പ്രോമിസ് ചെയ്യിപ്പിച്ച ചെയ്ത ആളെ പ്രോമിസി എന്നും, ചെയ്യിപ്പിച്ച ആളെ നമ്മൾ എന്ത് പറയുന്നു, പ്രോമിസർ എന്നും പറയുന്നു. ക്ലിയർ ആയില്ലേ? ഓക്കെ, ദ പ്രോമിസറും പ്രോമിസ് ഹു മേക്ക് ദാറ്റ് പ്രപ്പോസൽ. ആരാണോ ആ പ്രൊഫോർ കൊടുത്തത് അല്ലെങ്കിൽ ആരാണോ ആ പ്രോമിസ് പ്രപ്പോസൽ ചെയ്തത് അവരെ നമ്മൾ പ്രോമിസർ എന്നും പറയുന്നു. ആരാണോ അത് ആക്സെപ്റ്റ് ചെയ്ത് ആ കൊടുത്ത പ്രപ്പോസലിനെ ആരാണോ ആക്സെപ്റ്റ് ചെയ്തത് അവരെ നമ്മൾ എന്ത് പറയുന്നു, പ്രോമിസി എന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഒരു ടേമാണ് കൺസിഡറേഷൻ. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ നീ ഇത് ഓക്കെ ഞാൻ ഇത് ചെയ്തോളാം, അതിന് പകരമായിട്ട് എനിക്ക് ഇത്ര പേ വേണം അല്ലെങ്കിൽ അതിന് ഇത്ര റിട്ടേൺ വേണം, അങ്ങനെ പറയുന്ന ആ റിട്ടേണിനെ അല്ലെങ്കിൽ ആ ഒരു റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ കൺസിഡറേഷൻ മീൻസ് സംതിങ് ഈസ് റിട്ടേൺ. ഓക്കെ, സംതിങ് ഈസ് റിട്ടേൺ ആർ കോൺ ആസ് കൺസിഡറേഷൻ. അപ്പം പ്രോമിസിലൂടെ എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയും. അതായത് പറഞ്ഞ ഒരാളോട് ഞാൻ പറയുന്നു എനിക്ക് ഇത്ര ഒരു 10 ലാക്ക് അല്ലെങ്കിൽ ഒരു 10 ലാക്കിൻ്റെ എന്തെങ്കിലും ഒരു അസറ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ അവർ ബി എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ സ്വീകരിച്ചോളാം, അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ പറയുന്നു ആ 10 ലാക്കിന് വേണം നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവർ തമ്മിൽ പ്രോമിസ് ആവുന്നു. ആ പ്രോമിസിൽ നിന്നും ബിനോട് പറയുന്നു നീ എനിക്ക് കൺസിഡറേഷൻ തരണം. അപ്പോൾ ബി പറയുന്നു ഓക്കെ ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കൺസിഡറേഷൻ തരാം. അപ്പോൾ അതിനെ നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയും. അങ്ങനെ ഇവർ പ്രോമിസും തന്നി കൺസിഡറേഷനുമായി, അതായത് അവർ തമ്മിൽ ഒരു പ്രോമിസും കിട്ടി, അവർ തമ്മിൽ ഒരു റിട്ടേൺ ബാക്കും കിട്ടി. അപ്പോൾ അതിനെ എന്തായി മാറുന്നു, അഗ്രിമെന്റ്. അപ്പോൾ എന്തായി മാറുന്നു, അഗ്രിമെന്റ് ആയി മാറുന്നു. അപ്പോൾ അഗ്രിമെന്റ് ക്ലിയർ ആയില്ലേ? പ്രോമിസും കൺസിഡറേഷനും കൂടിയിട്ട് എന്താവുന്നു, അഗ്രിമെന്റ് ആയി മാറുന്നു. ഇവിടെ നോക്കൂ, പ്രോമിസും കൺസിഡറേഷനും കൂടിയിട്ട് അഗ്രിമെന്റ് ആയി മാറുന്നു. ക്ലിയർ സ്ക്രീനിൽ കണ്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു അഗ്രിമെന്റ് അവർ പ്രോമിസ് ആയി കൺസിഡർ ചെയ്ത് അവരൊരു അഗ്രിമെന്റ് സിറ്റുവേഷനിൽ എത്തിയതിനു ശേഷം അത് നിയമപരമായിട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെങ്കിൽ അവിടെ എന്താവുന്നു, കോൺട്രാക്റ്റ് ആവുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ആ സൈക്കിൾ ഫുൾ ഫിനിഷ്ഡ് ആയി. അപ്പം എപ്പോഴാണ് കോൺട്രാക്റ്റ് ആവുക ചോദിച്ചാൽ എന്തെങ്കിലും ഒരു പ്രോമിസ് ചെയ്തു, പ്രോമിസ് ചെയ്തു, അതിനുള്ള കൺസിഡറേഷനും കിട്ടി, അപ്പോൾ ഒരു അഗ്രിമെൻ്റ് ആയി മാറുന്നു. എന്നിട്ട് ആ അഗ്രിമെൻ്റ് ലോമായിട്ട് എൻഫോഴ്സിലായിരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, കോൺട്രാക്റ്റ് ആവുന്നു. കുട്ടികളെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളോട് ചില അസെർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അഗ്രിമെന്റ് ആർ നോട്ട് സ്റ്റേറ്റ്മെന്റ് 1, അഗ്രിമെന്റ് ആർ കോൺട്രാക്ട്, സ്റ്റേറ്റ്മെന്റ് 2 കോൺട്രാക്ട് ആർ നോട്ട് അഗ്രിമെന്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും എല്ലാ അഗ്രിമെന്റും കോൺട്രാക്റ്റ് ആവില്ല. ഓക്കെ, പക്ഷേ എല്ലാ കോൺട്രാക്റ്റും അഗ്രിമെന്റ് ആവും. ബിക്കോസ് കോൺട്രാക്ട് എന്ന സ്റ്റേജിലോട്ട് എത്തുന്നത് ഏത് ത്രൂ ആണ്, അഗ്രിമെന്റ് ത്രൂലാണ് അല്ലേ. അഗ്രിമെന്റ് ലോവുമായിട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആയി സംഭവിക്കുന്ന സമയത്താണ് അത് അഗ്രിമെന്റ് ഒരു കോൺട്രാക്റ്റിൽ എത്തുന്നത്. ബട്ട് ഒരിക്കലും ഒരു അഗ്രിമെന്റും ഒരു കോൺട്രാക്റ്റ് ആവില്ല. ബിക്കോസ് നിയമപരമായിട്ട് തെറ്റുള്ള ചില കാര്യങ്ങളും ലോയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചില അഗ്രിമെന്റിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാര്യങ്ങളും കോൺട്രാക്റ്റിലാവില്ല. നമുക്കറിയാം ഇല്ലീഗൽ പർപ്പസിൽ അഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഈ ഡ്രഗ്സ് യൂസേജ് അങ്ങനെയൊക്കെയുള്ള ഒരു അഗ്രിമെന്റ് നടക്കാതൊക്കെ നിയമപരമായിട്ട് കുറ്റമാണ് അല്ലേ. അപ്പം അങ്ങനത്തെ ഒക്കെ ശിക്ഷാർഹമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് ആവില്ല. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എൻഫോഴ്സിബിൾ ബൈ ലോ, അതായത് അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ എ ലോ ആകുന്ന സമയത്താണ് കോൺട്രാക്റ്റ് ആവുക. ക്ലിയർ? യു അണ്ടർസ്റ്റുഡ്? ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ആ ഒരു കുടക്കീഴിലുള്ള ചില ടേംസുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു,
ഓഫർ പറഞ്ഞു, ഓഫർ മറ്റൊരാളെ സ്വീകരിക്കുന്നതിന് ആക്സെപ്റ്റൻസ് പറഞ്ഞു, അവർക്കിടയിൽ ഒരു പ്രോമിസ് വന്നു, പ്രോമിസ് ആ പ്രൊപ്പോസ് ചെയ്യുന്ന ആളെ പ്രൊപ്പോസൽ എന്നും ആക്സെപ്റ്റ് ചെയ്ത ആളെ പ്രോമിസ് ചെയ്യുന്നു, അവർ കൊടുക്കുന്ന റിട്ടേണിനെ നമ്മൾ കൺസിഡറേഷൻ എന്നും പറഞ്ഞു. പിന്നെ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻസും ഈ ഓഫറും കൂടി ഒരു അഗ്രിമെന്റായി മാറുന്നു. എന്നിട്ട് ഈ അഗ്രിമെന്റ് ലോമായിട്ട് എൻഫോഴ്സിബിൾ ആകുന്ന സമയത്ത് കോൺട്രാക്റ്റ് ആയി മാറുന്നു. ക്ലിയർ അല്ലേ? ഇനി ആരും ഈ ടേംസ് മറക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലുള്ള. നമുക്ക് ഇനി ആക്ടുകളോട് പോവാം. പക്ഷെ ഈ ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു ടേംസുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.